കൊച്ചിയിൽ MDMA കൈവശം വെച്ച കേസിൽ 2 പ്രതികൾക്ക് 10 വർഷം തടവ് ശിക്ഷ. 2023 കലൂർ സ്റ്റേഡിയത്തിൽ നിന്നും 334 ഗ്രാം MDMA പിടിച്ച കേസിലാണ് ശിക്ഷ. വിഷ്ണു സുരേഷിന്റെ വിശദാംശങ്ങളുമായി. വിഷ്ണു, 2023 നടന്ന സംഭവത്തിലാണ് ഇപ്പോൾ ശിക്ഷാവിധി വന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ പറയും. കീർത്തന 2023 ഒക്ടോബർ 13 രാത്രിയാണ് കലൂർ സ്റ്റേഡിയത്തിന് സമീപത്ത് ഒരു കാറിൽ നിന്ന് 2 പേരെ എക്സൈസ് പിടികൂടുന്നത്. ഇവരുടെ പക്കൽ നിന്ന് 334 ഗ്രാം MDMA പിടിച്ചെടുത്തിരുന്നു. ഹിമാചൽ പ്രദേശിൽ നിന്ന് കൊച്ചിയിലേക്ക് ലഹരി എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘമാണ് ഇവരെന്ന് അന്ന് തന്നെ എക്സൈസ് കണ്ടെത്തിയിരുന്നു. ഈ കേസിൽ ആകെ മൊത്തം അറസ്റ്റ് ചെയ്യപ്പെട്ടത് 5 പേരാണ്. ഇതിൽ 2 പേരെയാണ് നിലവിൽ ശിക്ഷിച്ചിരിക്കുന്നത്. 1ഉം 2ഉം പ്രതികളെ അമീർ സുഹൈൽ, അതോടൊപ്പം സൂസിമോൾ, ഈ 2 പേരെയാണ് ശിക്ഷിച്ചിരിക്കുന്നത്. ബാക്കി 2 പേരെയും കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ശാസ്ത്രീയമായി ലഭിച്ച തെളിവുകളാണ്. ഇവർ ഇത് ഉപയോഗിക്കുകയും വിൽപ്പന നടത്തുകയുമായി ബന്ധപ്പെട്ടുള്ള ഡിജിറ്റൽ തെളിവുകളടക്കം എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ സമീപകാലത്ത് കൊച്ചിയിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ക്വാണ്ടിറ്റിയിലുള്ള ലഹരിവേട്ടയായിരുന്നു അന്ന് കലൂരിൽ നടന്നത്. അതിൻ്റെ ശിക്ഷാവിധിയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. 10 വർഷത്തേക്കാണ് JFC 7 ഈ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നു. 1 ലക്ഷം രൂപ പിഴയും ഇട്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇപ്പോൾ വലിയ വിമർശനങ്ങളൊക്കെ ഉയരുന്നത് ഈ ലഹരി കേസിൽ പിടിയിലാകുന്ന പ്രതികൾക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടി പുറത്തു പോകുന്നു എന്നൊക്കെയാണ്. എന്നാൽ അങ്ങനെയല്ല. വലിയ ക്വാണ്ടിറ്റിയും കേസിന്റെ ഒരു ഡെപ്തും ഒക്കെ അനുസരിച്ച് ഇത്രയും വലിയ ശിക്ഷയിലേക്കൊക്കെ കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് കൂടിയാണ് ഈ വിധി. കീർത്തന, ശരി. വിഷ്ണു സുരേഷാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയതിൽ പ്രധാനപ്പെട്ട കാര്യം അത് പറഞ്ഞു തന്നെയാണ്. ഈ കേസിന്റെ മറ്റു വശങ്ങൾ നോക്കി 10 വർഷം തടവിലേക്കൊക്കെ കാര്യങ്ങൾ പോകാം. അതെ, അപ്പോൾ ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കരുത്. അതെ, കടുത്ത ശിക്ഷ തന്നെ വേണം. അത് കുറച്ച് കൈവശം വെച്ചാലും അത് വിതരണം ചെയ്താലും ഒക്കെ ശിക്ഷ കൂടുതൽ കർശനമാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഈ റിപ്പോർട്ടുകൾ കൂടുതൽ വരുന്നത് അത് കാണിക്കുന്നത് ഒരു കാര്യമാണ്. കൂടുതൽ പരിശോധനകൾ കർശനമാക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. കൂടുതൽ പേർ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാതെ നമുക്ക് നോക്കാം.